Hi friends, once again welcome back to Craft Minute. അപ്പോൾ നമ്മൾ ഇന്നും വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ഫുഡ് ഐറ്റമാണ്. അങ്ങനെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു ഐറ്റമാണ്. നമ്മുടെ പരിസരത്തൊക്കെ സുലഭമായി കിട്ടുന്ന ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ വാഴ ഇല കൊണ്ടിട്ട് ഒരു ഹൽവ ഉണ്ടാക്കിയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇന്ന് ചെയ്യുന്നത് വെച്ചാൽ പാളയംതോടൻ വാഴയുടെ ഇല കൊണ്ടിട്ടാണ് നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഒത്തിരി മൂത്തല വേണ്ട, ഒരുമാതിരി ഇളം ഇല വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നുള്ളൂ, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്കൊരു വാഴയിലയാണ് വേണ്ടത്. ഇത് പാളയംതോടൻ ഇലയാണ്. പിന്നെ അടുത്തായിട്ട് നമുക്ക് കോൺഫ്ലവറാണ്, ഏകദേശം ഒരു 150 ഗ്രാമോളം നമുക്ക് വേണം. പിന്നെ ഇത് നെയ്യാണ്, അതൊരു 4 ടീസ്പൂൺ നമുക്ക് വേണം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, കുറച്ച് ഉണക്കമുന്തിരിയും കശുവണ്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ അടുത്തായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏലക്കയാണ്, അതൊരു 3-4 ഏലക്ക മതി. പിന്നെ നമ്മുടെ കോൺഫ്ലവറിൻ്റെ അത്രയും തന്നെ ഷുഗർ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് വാഴയില ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ആൾക്കാർക്ക് സംശയം ഉണ്ടാകും, ഇത് ചവർപ്പുണ്ടാകത്തില്ലേ, കറ ചോയ്ക്കത്തില്ല എന്നൊക്കെ. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, കാരണം നമ്മളിത് ട്രൈ ചെയ്ത് നോക്കിയാണ് നേരത്തെ. ഇതിന് നമുക്ക് അങ്ങനെ ചോയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ഹൽവയുടെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന് ഉള്ളത്. അപ്പം കറയോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല. പിന്നെ നമ്മളിത് കണ്ടിക്കുമ്പം ഈ ഒരു തണ്ട് മാറ്റി കുറച്ച് അകത്തി വേണം കണ്ടിച്ചെടുക്കാൻ, അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. ഇനി നമുക്ക് ഈ ഇല ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കീറി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കീറിയെടുക്കുക. അതിനുശേഷം നമുക്കിത് ചെറുതായിട്ട് അരിയണം, കാരണം നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. ഇത് അരിഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കുവാണ്. അപ്പോൾ ചെറുതാക്കുന്നതിനാന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെറുതാക്കുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മളത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച പീസ് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലവണ്ണം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കറക്റ്റ് ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അതൊന്ന് അരിച്ചെടുക്കാം. പിന്നെ ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് നല്ലതായിട്ട് പ്രസ് ചെയ്യുക. ആ നീര് മാക്സിമം നമ്മൾ എടുക്കണം. അപ്പോൾ നമ്മളത് അരിച്ചെടുത്ത് മാക്സിമം നമ്മൾ നീരത് എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത നീരിൻ്റെ ഒരു കുറച്ച് നമുക്ക് വേറെ പാത്രത്തിലേക്ക് ഇതുപോലെ പകർത്തിയെടുക്കാം. ബാക്കി പകുതി നമുക്ക് പിന്നീട് എടുക്കേണ്ടതാണ്. ഇതിന് ശേഷം നമ്മൾ ഈ കോൺഫ്ലവർ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. കാരണം നമ്മൾ പകുതി എടുത്തതെന്ന് വെച്ചാൽ പെട്ടെന്ന് മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ എടുത്തതേ ഉള്ളൂ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കോൺഫ്ലവർ പൗഡർ കംപ്ലീറ്റ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷുഗറും ആ ഒരു ക്വാണ്ടിറ്റി തന്നെ, ഷുഗറും കോൺഫ്ലവറിൻ്റെ അതേ ക്വാണ്ടിറ്റി തന്നെ ഷുഗറും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഈ തരികളെല്ലാം നല്ലതായിട്ട് മിക്സ് ആകുന്ന വരെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കോൺഫ്ലവറും പഞ്ചസാരയും എല്ലാം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആ ഒരു നമ്മൾ പിഴിഞ്ഞെടുത്ത നീരൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നല്ലതായിട്ട് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന നോൺ സ്റ്റിക്കാണ്. നോൺ സ്റ്റിക്ക് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യാണ്. അതിൻ്റെ ഒരു മണവും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നെയ്യ് നല്ലതായിട്ട് ചേർത്തെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതിലേക്ക് മെല്ലെ പാനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ദേഹത്തേക്ക് ആ ഒരു നെയ്യ് തെറിക്കാതെ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് സ്റ്റൗ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം, എങ്കിലേ നമുക്ക് പെട്ടെന്ന് കട്ടിയായി കിട്ടുകയുള്ളൂ. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മുടെ തവിയിട്ട് ഇത് മെല്ലെ ഇളക്കി കൊടുക്കണം. കാരണം കോൺഫ്ലവർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ടിയാവും. നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഹൽവ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ വീട്ടിലൊക്കെ അമ്മമാരൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും പലരും. അപ്പോൾ നല്ലതായിട്ട് ഇത് കട്ടിയാവുന്ന വരെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഈ ഒരു പരുവത്തിലേക്ക് അത് കട്ടിയായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അത് അവരവരുടെ പരുവത്തിനനുസരിച്ചിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ ഇട്ടേക്കുന്നത്. നല്ലതായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. നെയ്യ് എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇത്ര ആയതിനു ശേഷം ലോ ഫ്ലെയിം വെച്ചിട്ട് ബാക്കി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്കയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒന്നുകൂടെ ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ തന്നെ നമുക്ക് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്കിത് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിനകത്തേക്ക് ശരിക്കും ഇറങ്ങുന്ന രീതിയിൽ ഇതുപോലെ പ്രസ് ചെയ്തൊക്കെ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പാകമെന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ആ പാത്രത്തിൽ നിന്ന് ഇതിങ്ങനെ വിട്ട് നിൽക്കുന്ന അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് സ്റ്റൗവിൽ നിന്ന് വാങ്ങാനുള്ള ആ ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഷേപ്പുള്ളൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വെക്കാം. അതിന് മുന്നായിട്ട് ഇതുപോലെ നമ്മൾ നെയ്യ് ഇതുപോലെ തേച്ച് വേണം, കാരണം പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ലതായിട്ട് പ്രസ് ചെയ്യുക, കാരണം വെച്ചാൽ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ഫില്ല് ആകാൻ വേണ്ടിയിട്ട് ഇതുപോലെ തവി വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്ക് ഒന്ന് തണുക്കാനായിട്ട് എവിടെയെങ്കിലും ഒന്ന് വെക്കാം. പിന്നെ ഇതിനകത്ത് ഫുഡ് കളർ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഇത് കറക്റ്റ് ആ ഒരു ഗ്രീൻ എന്ന് വെച്ചാൽ ഇലയുടെ കളറാണ്. നമ്മൾ ആ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ഗ്രീൻ ഹൽവയുടെ അതേ കളർ തന്നെയാണ് ഇതിന് വന്നേക്കുന്നത്. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് വളരെ ലോ കോസ്റ്റിൽ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് സമയം കൊണ്ട് മാത്രം, ഏകദേശം 30 മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്യാവുന്നൊരു ഈസി റെസിപ്പിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ എല്ലാവരും അതിൻ്റെ റിസൾട്ട് കമൻറ്റ് ചെയ്യുക. ദിസ് ഈസ് വിഷ്ണു സൈനിങ് ഓഫ്.